പ്രകൃതിയുടെ രൗദ്രഭാവം ദൃശ്യമാകുന്ന ഇടമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയായ കാംചത്ക ഉപദ്വീപ്. എന്നാൽ 2026 ജനുവരി മാസത്തിൽ അവിടെ അരങ്ങേറിയ സംഭവത്തിൽ ആധുനിക മനുഷ്യ ചരിത്രത്തിൽ തന്നെ അവിശ്വസനീയമാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞുകാറ്റ് ഈ മേഖലയെ അക്ഷരാർത്ഥത്തിൽ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ മറച്ചു കളഞ്ഞിരിക്കുന്നു. മഞ്ഞുവീഴ്ചയല്ല, മറിച്ച് മഞ്ഞ് പ്രളയം എന്നാണ് ഇതിനെ പ്രാദേശിക നിവാസികൾ വിശേഷിപ്പിക്കുന്നത്. ചുഴലിക്കാറ്റുകളുടെ സംഗമം ജനുവരി 12-ാം തീയതിയോടെയാണ് സംഭവിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ നിന്നും ഒക്കോത്സ്ക് കടലിൽ നിന്നും ഒരേ സമയം 2 ശക്തമായ സൈക്ലോണുകൾ കാംചത്ക തീരത്തേക്ക് അടുത്തത്. ഈ 2 കാറ്റുകളുടെയും സംഗമം അന്തരീക്ഷത്തിൽ കനത്ത ഈർപ്പവും മഞ്ഞും പെയ്യാൻ കാരണമായി. മണിക്കൂറിൽ കിലോമീറ്ററുകൾ വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റ് മഞ്ഞിനെ ഒരു വലിയ മതിൽ പോലെ നഗരങ്ങളിലേക്ക് അടിച്ചു കയറ്റി. 1970-കൾക്ക് ശേഷം ഇത്രയും വലിയ തോതിലുള്ള ഒരു പ്രകൃതിക്ഷോഭം മേഖലയിൽ ഇതാദ്യമായാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാംചത്കയിലെ പ്രധാന ഭരണകേന്ദ്രമായ പെട്രോപ്ലാവോസ് കാംചാറ്റ്സ്കി നഗരത്തിലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ഏറ്റവും കൂടുതൽ പ്രകടമായത്. സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മഞ്ഞ് അടിഞ്ഞുകൂടിയത് മീറ്ററുകളോളം ഉയരത്തിലാണ്. പലയിടങ്ങളിലും ബഹുനില കെട്ടിടങ്ങളുടെ 2-ാം നില വരെ മഞ്ഞിനടിയിലായി. താഴത്തെ നിലകളിൽ താമസിച്ചിരുന്നവർക്ക് പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. വാതിലുകളും ജനലുകളും മഞ്ഞു മൂടിയതോടെ വീടുകൾക്കുള്ളിൽ കുടുങ്ങിയവർ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായി. കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ ജനങ്ങൾ വലിയ മഞ്ഞുപാളികൾക്കിടയിലൂടെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും. ഓരോ തുരങ്കവും മീറ്ററുകളോളം നീളമുള്ളതാണ്. ഗതാഗതവും വാർത്താവിനിമയവും സ്തംഭിച്ചു. നഗരത്തിലെ റോഡുകൾ ഇപ്പോൾ വെളുത്ത മരുഭൂമികൾക്ക് സമാനവുമായി. നിർത്തിയിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് കാറുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അവയുടെ മുകളിൽ പലയിടത്തും 10 മുതൽ 15 അടി വരെ ഉയരത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. റോഡുകൾ തെളിക്കാൻ കഴിയാത്തതിൽ ആംബുലൻസുകൾക്കും ഫയർഫോഴ്സിനും പോലും സഞ്ചരിക്കാൻ കഴിയുന്നില്ല. റോഡുകൾ തെളിക്കാൻ കഴിയാത്തതിനാൽ ആംബുലൻസുകൾക്കും ഫയർഫോഴ്സിനും പോലും സഞ്ചരിക്കാൻ കഴിയുന്നില്ല. വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നഗരത്തിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളുടെ വരവ് നിലച്ചതും വൈദ്യുതി വിതരണത്തിലുണ്ടായ തകരാറുകളും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ നിന്നും ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴേക്ക് പതിച്ചുണ്ടായ അപകടങ്ങളിൽ 2 പേർ മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈർപ്പമുള്ള മഞ്ഞായതിനാൽ ഇവയ്ക്ക് കല്ലിനേക്കാൾ ഭാരമുണ്ടായിരിക്കും. അപകട സാധ്യത ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മേയർ യെവ്ജനി ബെല്യായേവ് നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നും പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണിയാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മേഖലയിലെ ഹൈഡ്രോ മെറ്റീരിയോളജി സെന്റർ മേധാവി വേര പോളിയാക്കോവയുടെ അഭിപ്രായത്തിൽ ഈ മഞ്ഞുകാറ്റ് കാലാവസ്ഥാ ചരിത്രത്തിലെ തന്നെ ഒരു അപൂർവ പ്രതിഭാസമാണ്. സാധാരണ മഞ്ഞുവീഴ്ചയേക്കാൾ കൂടുതൽ ഈർപ്പമടങ്ങിയ മഞ്ഞാണ് ഇത്തവണ പെയ്തിറങ്ങുന്നത്. ഇത് മഞ്ഞിനെ കൂടുതൽ കട്ടിയുള്ളതും നീക്കം ചെയ്യാൻ പ്രയാസമുള്ളതുമാക്കുന്നുണ്ട്. കൂടാതെ താപനില 0-ന് താഴെയായി തുടരുന്നതിനാൽ ഈ മഞ്ഞുപാളികൾ പിന്നീട് ഐസ് കട്ടകളായി മാറാൻ സാധ്യതയുണ്ട്. നിലവിൽ മഞ്ഞ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ രാപ്പകൽ നടക്കുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് അതിനെ തടസ്സപ്പെടുത്തുന്നു. സൈനികർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം രംഗത്തുണ്ടെങ്കിലും പ്രകൃതിയുടെ വേഗതയ്ക്കൊപ്പം എത്താൻ അവർക്ക് സാധിക്കുന്നില്ല. കെട്ടിടങ്ങളുടെ ബലക്ഷയവും മേൽക്കൂരകൾ തകരാനുള്ള സാധ്യതയും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. കാംചത്കയിലെ ഈ സ്ഥിതിവിശേഷം ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറ്റൊരു മുന്നറിയിപ്പാണോ എന്ന് ശാസ്ത്രലോകം ആശങ്കപ്പെടുന്നുണ്ട്. അത്യുഷ്ണവും അമിതമായ മഞ്ഞുവീഴ്ചയും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന തീവ്രമായ മാറ്റങ്ങളുടെ അടയാളങ്ങളാണ്. പ്രകൃതിക്ക് മുൻപിൽ മനുഷ്യൻ എത്രമാത്രം നിസ്സഹായനാണെന്ന് കാംചത്കയിലെ ഓരോ മഞ്ഞുപാളിയും ഇന്ന് വിളിച്ചു പറയുന്നുണ്ട്.